അഭിലാഷ്, ഈ പിന്നെ കേരള നിയമസഭയിൽ LDF-ന് ഇനി 99 MLA-മാരില്ല, 98 പേരേ ഉള്ളൂ എന്ന് ഇന്ന് പ്രഖ്യാപനം നടത്തിയത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷാണ്. അതാണ് ഇനിയുള്ള യാഥാർത്ഥ്യവും. ഈ നിയമസഭയുടെ കാലാവധി തീരുന്നുള്ള യാഥാർത്ഥ്യം അതായിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് അതിലേക്ക് എത്തി എന്നുള്ളത് മാഷ് വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി പാർട്ടി ആകെ ആ നിലയിലേക്ക് മാറുമെന്നും മാഷ് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പക്ഷേ നമ്മുടെ ഈ ചർച്ചയിൽ തുടക്കം മുതൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ താങ്കൾ ചോദിക്കുകയും മറ്റുള്ളവർ മറുപടി പറയുകയും ചെയ്ത ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഒന്ന് പറയുന്നത്. ഈ പിന്നെ ADGP ദത്താത്രേയെ കണ്ട വിഷയം ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ ഇപ്പോഴും നീറി നിൽക്കുന്നത് കൊണ്ടും ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അൻവർ പറയുന്ന കാര്യങ്ങളുമായിട്ട് നോക്കുമ്പോഴും എനിക്ക് മറ്റൊരു കാര്യമാണ് ഓർമ്മ വന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്. 2018 ഡിസംബർ 1-ന് അന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം കോഴിക്കോട്ട് യൂത്ത് ലീഗിന്റെ ഒരു റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇസ്രത് ജഹാൻ കേസിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഫേവറബിൾ ആയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് പിന്നെ ഇദ്ദേഹത്തിന് ലോക്നാഥ് ബെഹ്റയെ DGP-യുടെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് കേരളത്തിൽ. അത് പിണറായി വിജയൻ നരേന്ദ്രമോദിയോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ട് ചെയ്ത ഉപകാരമാണ്. ഞാനിത് പറയാൻ കാരണം കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ, ആഭ്യന്തര സഹമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് അതിന്റെ ബന്ധപ്പെട്ട ഫയലുകൾ കാണാൻ കഴിഞ്ഞു. NIA തലവൻ എന്ന നിലയിൽ പിന്നെ ലോക്നാഥ് ബെഹ്റ അക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് 2018 ഡിസംബർ 1-ന് കോഴിക്കോട് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ യൂത്ത് ലീഗ് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് പറയാൻ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പിന്നെ സെൻകുമാറുമായി പിണറായി അധികാരത്തിൽ വന്ന ഉടനെ സെൻകുമാറിനെ മാറ്റിയിട്ട് ബെഹ്റയെ DGP ആക്കുന്നുണ്ട്. പിന്നീട് സെൻകുമാർ അതിനെതിരെ CID-യിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ച് തിരിച്ചു വരികയും ഏതാണ്ട് ഒരു വർഷത്തോളം പിന്നെ DGP-യെ തുടരുകയും ചെയ്തു. സെൻകുമാറിന്റെ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹത്തെ പിടിച്ച് വീണ്ടും DGP ആക്കുകയും ചെയ്യുന്നുണ്ട് ബെഹ്റയെ, പിണറായി. അതിനുശേഷമാണ് ഈ പറച്ചിൽ വരുന്നത്. അതാണ് വസ്തുത എന്നുള്ളത്. പക്ഷേ ചരിത്രം അങ്ങനെ മായ്ച്ചാൽ മായുന്നതല്ലല്ലോ. 2004 ഇസ്രത് ജഹാൻ കേസിൽ പിന്നെ അന്ന് മുല്ലപ്പള്ളി ആരോപിച്ച ഈ NIA തലവനായിരുന്ന, NIA സ്ഥാപിക്കപ്പെടുന്നത് തന്നെ 2009-ലാണല്ലോ, ഇദ്ദേഹമാണ് സ്ഥാപകാംഗമായിട്ടുള്ള ഒരാള് ബെഹ്റയാണ്. അത് പിന്നെ ഈ NIA അന്വേഷണ ഏജൻസി അല്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ 2004-ൽ ഗുജറാത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആദ്യം ഒരു SIT ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നീടുണ്ടാവുന്ന എന്താണ്, CBI-യുടെ അന്വേഷണമാണ്. അവിടെ എങ്ങും ഇതില്ല, NIA ഇല്ല. പക്ഷേ മുല്ലപ്പള്ളി അങ്ങ് പറയുകയാണ്, കാരണം താൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളാണ്, തനിക്കറിയാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കാൻ ചെല്ലുമോ? അപ്പൊ ഞാൻ പറയുന്നത് അതല്ല. അപ്പൊ അത്ര പിന്നെ അടുപ്പമുള്ള ഒരാളായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ച്. അവരുമായിട്ടൊരു പാലത്തിന് പറ്റിയ ആളായിരുന്നു ബെഹ്റ എന്ന് സ്ഥാപിക്കാനാണ് മുല്ലപ്പള്ളി ഇത് പറയുന്നത്. അതുകൊണ്ടാണത്രേ അവിടെ എഴുതിയിരിക്കുന്നത്. ആ ബെഹ്റ ഇപ്പോഴും ഉണ്ട്, കൊച്ചി മെട്രോ MD ആയിട്ട് തുടരുന്നുണ്ട്. അങ്ങനെ ബെഹ്റ ഉള്ളപ്പോ എന്തിനാണ് ഒരു ADGP അജിത് കുമാറിന്റെ കാര്യം വരുന്നത്? എന്ത് കാര്യത്തിനാണ് ഇവിടെ ഇപ്പൊ ആർക്ക് ആരോട് ബന്ധം എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ഇപ്പോ രാഷ്ട്രീയത്തിൽ നറേറ്റീവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒരു ഇടത് സഹയാത്രികൻ തന്നെ, ഇടതുപക്ഷത്തിന്റെ സൈബർ ടീമിന്റെ ഒക്കെ ആരാധ്യ പുരുഷനായിരുന്ന കടന്നൽ രാജ എന്നറിയപ്പെട്ട CPM-ന്റെ സൈബർ ഒഫൻസീവിന്റെ തലവനായിരുന്ന ആൾ ഇപ്പൊ തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലായിരിക്കും കൂടുതൽ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണ് എന്ന അഭിപ്രായമുള്ള ആളൊന്നുമല്ല. പക്ഷേ അത് മുന്നോട്ട് വെക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്ന വലിയ ജനവിഭാഗമുണ്ട്. ഇപ്പോൾ തന്നെ CPM-ൽ വിശ്വസിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ചില ആളുകൾ അൻവർ അല്ലേ ശരി, പാർട്ടി എന്തിനാണ് RSS-ന് കീഴടങ്ങുന്നതെന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ കൊളാട്രൽ ഡാമേജ് ആണ്. അതെന്തുകൊണ്ടാണ് CPM-ന് മനസ്സിലാകാതിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഞാനതാണ് പറഞ്ഞത്. ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അതോടെ പറഞ്ഞു തീർക്കണമല്ലോ. അതോടെ ഈ KN ഖാദർ, ലീഗിന്റെ മുൻ MLA കൂടെ ആയിരുന്നല്ലോ അദ്ദേഹം 2022-ല് നമ്മുടെ യോഗാദിനത്തിലുള്ള സ്നേഹബോധിനി എന്ന പേരിൽ കോഴിക്കോട്ടെ കേസരി ഭവന മുമ്പിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ
ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉടനെ എന്തായിരുന്നു ചർച്ച? വ്യാപകമായി ഇലക്ട്രോണിക് മീഡിയയിലും പ്രിന്റ് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും RSS വേദിയിൽ KN ഖാദർ പോയി. അതായിരുന്നു ചർച്ച. വലിയ ചർച്ചയായിരുന്നു. ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതിന് പിന്നാലെ വന്നത് എന്താണ്? ബാലഗോകുലം പരിപാടി ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് മേയർക്കെതിരെ, വനിതാ മേയറാണ്, അവർക്കെതിരെ എന്തായിരുന്നു CPM-ന്റെ അന്തർധാരയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ ചാനലുകളിൽ ആൾക്കാരുണ്ടായി അന്തർധാരയുടെ പേരിൽ. താങ്കൾ അവിടെ പോയി വിളക്ക് കൊളുത്തിയോ, MK മുനീർ പോയോ, മറ്റു നേതാക്കൾ പോയോ, ഓരോ വേദിയിൽ പോയ പ്രശ്നത്തിന്റെ അപ്പുറത്ത് ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു സിസ്റ്റം അനീതി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. പോലീസ് വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ പോലീസിൽ നിന്ന് മുസ്ലിങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ പോയിന്റ്. ആ പോയിന്റിനെ സാധൂകരിക്കാൻ വേണ്ടി ചാർജ് ചെയ്ത കേസുകളുടെ കണക്കിനെ അടക്കം നോക്കൂ, മലപ്പുറം എന്ന് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിൽ എന്താണെന്ന് പോലും ചോദിക്കുന്നു. ഒരു സിസ്റ്റം അനീതി ചെയ്യുന്നു എന്ന ഒരു ആരോപണം വരുന്നതും അതിങ്ങനെ നീറിക്കിടക്കുന്നതും ഈ ആരെങ്കിലും വേദിയിൽ പോയി വിളക്ക് കത്തിച്ചോ എന്ന പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുടെ നിലവാരത്തിൽ നിൽക്കുന്നതല്ല. അപ്പൊ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട നിലയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എന്താണ്? ഇപ്പോ അൻവർ തന്നെ ഇന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിൽ ഒതുങ്ങുമെന്ന്. അത് സംഭവിക്കില്ലേ? അല്ല, ഇത് എങ്ങോട്ടാണ് ഇദ്ദേഹം പോകുന്നതെന്നുള്ളത് പിന്നെ താങ്കൾക്ക് നിശ്ചയമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏതായാലും എന്റെ ഒരു ധാരണയുണ്ട്, അതോടെ പറയണമല്ലോ ഈ ചർച്ചയാവുമ്പോൾ. പിന്നെ ഇത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അഭിലാഷ്, ഈ ന്യൂനപക്ഷ സമുദായത്തെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യമിടുകയും കേരളത്തിലെ ഭരണം ഇസ്ലാമോഫോബിക് ആണ് എന്ന് ബ്രാൻഡ് ചെയ്യുകയുമാണ് ഉദ്ദേശം. അതിനാണ് കുറേശ്ശെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ നരേറ്റീവ്സിലേക്ക് വരുന്നത്. അതിങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷെ ഒറ്റയടിക്ക് ഇസ്ലാമോഫോബിക് എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളത്തിൽ ആൾ ഉണ്ടാവില്ല. അതറിയുന്ന ആളുമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് കുറേശ്ശെ അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. അതാണ്, സംശയമൊന്നും വേണ്ട. നമ്മൾ വരുന്ന ദിവസങ്ങൾ കാണാൻ പോവുകയല്ലേ. ഞാൻ 16 മണ്ഡലങ്ങളിൽ പോകുന്നു. എവിടുത്തെ 16 മണ്ഡലങ്ങളിൽ? മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ. മലപ്പുറം ജില്ലയിൽ മാത്രമല്ലല്ലോ ന്യൂനപക്ഷ സമുദായം ഉള്ളത്, മറ്റു ജില്ലകളിലും ഉണ്ടല്ലോ. 28% കേരളത്തിലെ ജനസംഖ്യയിൽ മൊത്തം മുസ്ലിം സമുദായമാണല്ലോ. അപ്പൊ അത് എല്ലാ ജില്ലകളിലുള്ളവരെ കാണണ്ടേ? ഇല്ലില്ല, ഞാൻ മുസ്ലിം സമുദായം എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞാൻ മലപ്പുറത്തേ പോകും. ഇതാണല്ലോ നിലപാട്. അപ്പൊ എങ്ങോട്ടാണ് ടാർഗറ്റ് എന്നുള്ളത് ഇപ്പോഴെ എന്നെ സംബന്ധിച്ചോളം എന്റെ ബോധ്യം അങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, എന്തായാലും അതൊരു പുതിയ രാഷ്ട്രീയത്തിന്റെ തുടക്കമാകുമോ? ഞാൻ തീപ്പന്തമായി കത്തുമെന്നാണ് അൻവർ പറയുന്നത്. ആ തീപ്പന്തത്തിന്റെ പൊള്ളലേൽക്കുക ആർക്കായിരിക്കും? കാത്തിരിക്കേണ്ട കാര്യമാണ്.